Ready, 1, 2, 3, go. ഹായ് ഗായ്സ്. അപ്പോൾ ഇപ്പോൾ ഒരു വാലന്റൈൻസ് ഡേ വീക്ക് ആയതുകൊണ്ട് നമുക്കൊരു ചെറിയ പിങ്കി വാലന്റൈൻസ് ഡേ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്താലോ? ലെറ്റ്സ് ഗോ. നമുക്കപ്പോൾ ഒരു നല്ല ബേസ് ആണ് വേണ്ടത്. സോ വാട്ട് ഷുഡ് വി ഡു സ്കിൻ കെയർ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സെറാവയുടെ മോയ്സ്ചറൈസറാണ്, മൈ OG ഓൾ ടൈം ഫേവറേറ്റ്. അത് കുറച്ച് നല്ലതുപോലെ നമുക്ക് മുഖം ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മൈ ഗോഡ്, എനിക്ക് ഇൻഫ്ലുവൻസർ സ്ലാങ് വരുന്നു. അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്ലൈ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്ലൈ ചെയ്യാം. ഇതെങ്ങനെ ചെയ്യാം ഞാൻ കാണിച്ചു തരാം. ഞാൻ അതെല്ലാം ഇപ്പോൾ പഠിപ്പിച്ചു തരും, ഡോണ്ട് വെറി. അപ്പോൾ ഇപ്പം ഞാൻ ഇട്ടത് ഈ സാധനമാണേ, പ്ലമ്മിൻ്റെ ഹാഫ് പ്രൈമർ. ഇനി നമുക്ക് പ്രൈമർ ഇട്ട് കൊടുക്കാം. പ്രൈമർ ഇടാം. ഓക്കെ, പ്രൈമർ ഇടാം. This is also a moisturizer. നോ, ഇറ്റ്സ് ലൈക്ക് അതൊരു എന്താ പറയുക, സ്ട്രോബ് ക്രീം ആ സാധനമാണ്. ഇപ്പം നമുക്കിങ്ങനെ നല്ലൊരു ഗ്ലോയി ഇത് കിട്ടും. ചേച്ചിയുടെ മുടിയിൽ മറ്റേ ക്രീം ചെയ്തത് പോയോ? എൻ്റെ മുടി ഇപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ബൈ ദ വേ, എൻ്റെ മുടി സ്ട്രെയിറ്റ് അല്ല. ഇത് എൻ്റെ കല്യാണ സമയത്ത് ഭയങ്കര ഹീറ്റ് കൊടുത്തപ്പോഴേക്കും എൻ്റെ മുടി സ്ട്രെയിറ്റ് ആയതാണ്. അതിപ്പോൾ തിരിച്ചു പോകുന്നില്ല. ഓക്കെ, അടുത്തത് ഈ ഒരു സ്ട്രോബ് ക്രീം ഇടാവേ. ഇത് എന്താ NYBയുടെ സ്ട്രോബ് ക്രീം. NYB. അപ്പം അതിടാം. ഇങ്ങനെ നമ്മൾ നല്ല ഇങ്ങനെ എന്താ പറയുക, തിളങ്ങി നിൽക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഇസ് വാട്ട് വി വാണ്ട്. അടുത്തത് ഇതെൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സാധനമാണ്. ദിസ് ലിപ് ബാം. അത് ഖാദിയുടെ ലിപ് ബാമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് ലൈക്ക് ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും നമ്മുടെ ലിപ്സിനെ. അപ്പം നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, നല്ല ജനറസ് എമൗണ്ട് എടുക്കാം. കണ്ടോ, ഇതെൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഗ്രേപ്സിൻ്റെ ഇതായിരുന്നു, ഗ്രേപ്സിൻ്റെ ഫ്ലേവർ. എനിക്കത് ഇഷ്ടമാണ്. ആ, ഇതിനകത്ത് ജസ്റ്റ് കുറച്ച് ബീ വാക്സ് അത്രയൊക്കെ ഉള്ളൂ. നോ ആർട്ടിഫിഷ്യൽ കെമിക്കലി സ്റ്റഫ്സ്. ജസ്റ്റ് ലിപ്സ് നല്ലതാകാൻ വേണ്ടി മാത്രം. ഓക്കെ, അടുത്തത് നമ്മൾ എന്താ ചെയ്യുക പറയുമോ? നമ്മൾ പ്രൈമർ ഇട്ടു, നമ്മൾ തിളങ്ങുന്ന സാധനം ഇട്ടു, സ്ട്രോബ് ക്രീം ഇട്ടു. യെസ്, അതെല്ലാം നമ്മൾ ഇട്ടു. നമുക്ക് ഒരു സ്ട്രോബ് ക്രീം കൂടി ഇടാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുഖം ഇങ്ങനെ തിളങ്ങി നിൽക്കുക. എസ്പെഷ്യലി ഇത് ഇച്ചിരി ഒരു പിങ്ക് ടിൻറ്റും കൂടെ ഉള്ളതാണ്. അപ്പം നമുക്ക് നല്ലതാണ്. അപ്പം ഞാൻ അതും കൂടി ഇടും. നമ്മളിങ്ങനെ തിളങ്ങി നിൽക്കണമല്ലോ. ശരിക്കും പിങ്ക് ടിൻറ്റ് കണ്ടാ? Now your forehead looks part pink. Have you brought any lipsticks? Yes. In the same അമ്മയ്ക്കുണ്ട്. ആ, ഇത് അമ്മ തന്നതാ. ചേച്ചി തന്നതാ. ഇനി നമ്മൾ ഈ സാധനം ഉപയോഗിക്കും. എൻ്റെ കയ്യിൽ ബ്രഷസ് ഇല്ല, ഞാനത് വീട്ടിൽ വെച്ച് മറന്നു. അപ്പം നമുക്ക് കൈ വെച്ച് ഇടാം. ഓക്കെ, ഇത് നമ്മുടെ ഈ മുഖത്തെ കറുത്ത കുത്തുകളില്ലേ, അതൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ടാ. നോക്കോ, കടപ്പോയി. This is like orange, right? This is color theory. This is basically color theory.
ഈ കറുപ്പ് സ്പോട്സിനെയൊക്കെ ഇത് വെച്ചിട്ട് മായ്ക്കാൻ പറ്റും. കാണിച്ചു തരാം കൊണ്ടുവരും. കൺഫ്യൂഷൻ. അപ്പൊ ഈ പർപ്പിളും ഒന്ന് ചേച്ചി യൂസ് ചെയ്യില്ലല്ലോ? എനിക്കെൻ്റെ ആവശ്യമില്ല, പർപ്പിളിൻ്റെ ആവശ്യമില്ല. പർപ്പിൾ ഗ്രീൻ വരുന്ന നമ്മുടെ മുഖത്ത് ഈ റെഡ് പാടുകളുള്ളപ്പോൾ അത് മായ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ ഉപയോഗിക്കുന്നത്. ക്യാൻസൽ ഔട്ട് ചെയ്യും. പർപ്പിൾ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മളുടെ മേക്കപ്പിന്റെ ഫൗണ്ടേഷൻ ഭയങ്കര വാം ആണെങ്കിൽ നമ്മൾ പർപ്പിൾ കുറച്ച് അതിനകത്ത് ചേർത്താൽ അത് കുറച്ച് കോൾഡ് ടോൺ ആവും. അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ യെല്ലോ ഇതും ഇതോ? യെല്ലോ എനിക്കറിയില്ല. കണ്ട എൻ്റെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പിനൊക്കെ ഞാൻ വാനിഷ് ചെയ്യാണ്. വാനിഷ്. ഇറ്റ് ഈസ് ഗോൺ. ഇറ്റ് വിൽ ബി ഗോൺ നൗ. ഇതാണ്ട് നമ്മൾ ഇപ്പോൾ കണ്ണിൻ്റെ അടിയിലൊക്കെ ഓറഞ്ച് ഇട്ടിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഓറഞ്ച്. പിന്നെ എൻ്റെ ഈടൊക്കെ കുറേ ഡാർക്ക്നെസ് ഉണ്ട്. അപ്പം ഇവിടെയൊക്കെ നല്ല ഡാർക്കാണ് എനിക്ക്. അപ്പം ഞാൻ അവിടെയും കുറച്ച് ഓറഞ്ച് അങ്ങ് വാരി വിതറും. നെക്സ്റ്റ് പ്രോഡക്റ്റോ എൻ്റെ കൺസീലർ. ഡിഡ് ഐ ബ്രിങ് കൺസീലർ? ഐ ഹോപ്പ് ഐ ഡിഡ് ബ്രിങ് കൺസീലർ. യെസ്, കൺസീലർ. അതിന് മുന്നേ കൺസീലർ ഇടുന്നതിന് മുന്നേ വി ഷുഡ് ലൈക്ക് ബേക്ക്. ഇതിൻ്റെ പുറത്ത് കുറച്ച് ഈ പൗഡർ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അത് പിന്നെ മറ്റേ ഈ കൺസീലറിനകത്ത് ഫുള്ള് മിക്സായിട്ട് അതായിരിക്കും, ഒരു രസമില്ല കാണാൻ. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്താൽ അത് അവിടെ ഇരുന്നോളൂ. ടപ്പ് 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 ടപ്പ്. ഇതെന്തൊന്നും വരാത്ത. Oh my god. Don't post on yourself. പൊടിയൊക്കെ. ഓ, അപ്പം ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലേ. ഞാൻ ഇത്രയും നാൾ അതിനായിട്ട് തട്ടി എന്ത് വെച്ചിട്ടാ ഈ ഓറഞ്ച് ബ്ലെൻഡ് ചെയ്യാ? ഓറഞ്ചിനെ ബ്ലെൻഡ് ചെയ്യണ്ട, അത് അവിടെ ഇങ്ങനെ തന്നെ അങ്ങ് ഇരുന്നാൽ മതി. ആ, അതിൻ്റെ പുറത്തുകൂടെ നമ്മളങ്ങ് കൺസീലർ ഇടും. അപ്പം എല്ലാ കാര്യങ്ങളും സെറ്റ്. എൻ്റെ എൻഗേജ്മെൻറ്റിന് കാണണമായിരുന്നു. ഞാനവിടെ ഒരു സൈഡിലിരുന്ന് മേക്കപ്പ് ചെയ്തു. ആ സമയത്ത് എൻഗേജ്മെൻ്റ് അല്ല, സോറി, എൻ്റെ കല്യാണ റിസപ്ഷന് ഞാനവിടെ ഒരു സൈഡിലിരുന്ന് മേക്കപ്പ് ചെയ്തു തരികെ. അപ്പോഴേക്കും വീട്ടിലേക്ക് ആളുകളും വരുന്നു. എൻ്റെ ഷെയ്ഡ് നോക്കട്ടെ, പിങ്ക് ആണോ? അത് കുഴപ്പമില്ല, മിക്സ് ചെയ്താൽ നല്ലതാവും. So this blush. Yeah. അപ്പം നമ്മൾ എന്തായി ഇതുണ്ട്, ഇത് പൗഡർ പൗഡറല്ല, എന്താണ്, കോമ്പാക്ട് പൗഡർ, ട്രാൻസ്ലൂസൻ പൗഡർ. യെസ്, ഈ സാധനമൊക്കെ ഇട്ടു. ഫുള്ള് അതിനെ സീലും ചെയ്തു. നെക്സ്റ്റ് ഈസ് കൺസീലർ. നമ്മൾ കൺസീലർ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ നമ്മൾ ഓറഞ്ച് ഇട്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ കൺസീലറിനെ അങ്ങോട്ട് വാരി വിതറുക. അത്രേ ഉള്ളൂ. Why do you do this? തീരാറായി. എൻ്റെ കയ്യിലില്ല, എനിക്കിനി വാങ്ങണം. People are saying that ലിപ്സ്റ്റിക്സ് ഇത്രക്കുള്ള ലിപ്സ്റ്റിക്സ് ഉണ്ടാവില്ലേ, എന്നിട്ട് ഇവിടെ ബാക്കി ഇത്രക്ക് ലിപ്സ്റ്റിക് ഉണ്ടാവും. പിന്നെ ഈ ഇവിടെ താഴത്തുള്ള ടാഗ് മാറ്റി അവിടെ ഒരു ഹോൾ ഉണ്ടാവും. ആ
ഹോള് വലുതാക്കിയ അവിടെ ആ ഇങ്ങനെ ഞെക്കിയിട്ട് വരും. ആ ശരിയാ. ഞാൻ അങ്ങനത്തെ ലിപ്സ്റ്റിക് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, നൗ വി വെയിറ്റ്. ഇത് നമ്മൾ അപ്പം തന്നെ എടുക്കരുത്. ഒരു കുറച്ച് 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, 1 2 3 4 5. യെസ്. ഇനി നമ്മൾ കൈ വെച്ച്, എനിക്ക് ബ്രഷ് ഇല്ല, അതുകൊണ്ട് ഞാൻ കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യും കേട്ടോ ഗൈസ്. എൻ്റെ ബ്രഷല്ല ഞാൻ വീട്ടിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ആ പൗച്ച് എടുക്കാൻ മറന്നുപോയി. ഓർമ്മി എൻ്റെ സ്പോഞ്ചും എല്ലാം അവിടെയാണ്. ഇത് ആക്ച്വലി ടീറേന്ന് കിട്ടിയതാ. എക്സോ എൻ്റെ ഫ്രണ്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനെന്താ എക്സോ എന്നൊക്കെ ഇട്ടേക്കുന്നേ. അപ്പം ഞാൻ പറഞ്ഞു മോസ്റ്റ് പ്രോബബ്ലി അത് ടീറേന്ന് കിട്ടിയതാവാം. ഗെസ് ചെയ്യാലോ, അതിനകത്ത് വേറെ കമ്പനിയുടെ പേരൊന്നും ഇല്ലല്ലോ. അപ്പൊ ടീറേന്ന് കിട്ടിയതാ. ഇപ്പം ഭയങ്കര വെള്ളാമ്പിച്ചിരിക്കും, നമുക്കതൊക്കെ ശരിയാക്കാം. ഇറ്റ് ലുക്സ് കേക്കി. അത് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഫൗണ്ടേഷൻ എത്തില്ലേ, അപ്പം ഞാനൊരു കാര്യം ചെയ്യും. Come on, blend. It sounds like you're saying blah blah blah. This shade? നോക്കണം, നമുക്ക് ഷെയ്ഡ് മിക്സ് ചെയ്ത് നോക്കാം. ഞാൻ ആക്ച്വലി അമ്മ എവിടെ നിന്നോ ഫ്യൂ ലിപ്സ്റ്റിക്സും 2-3 ലിപ്സ്റ്റിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ള ലിപ്സ്റ്റിക്സ് വെച്ചിട്ട് ഞാൻ എല്ലാം മിക്സ് ചെയ്ത് നല്ല കളർ ഉണ്ടാക്കി. പക്ഷെ ഞാൻ എല്ലാം റാൻഡമായിട്ട് എടുത്തത്. ഓക്കെ, ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഫൗണ്ടേഷൻ നല്ലപോലെ കുലുക്കുക. ഓക്കെ, കുലുക്കിയിട്ടല്ല കാര്യങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഒരു പമ്പ് ഓഫ് ഫൗണ്ടേഷൻ കയ്യിലേക്ക് ഇങ്ങോട്ട് ഇടും. എന്നിട്ട് ഇനിയാണ് കാര്യം, കുറച്ച് മോയ്സ്ചറൈസർ കാണിച്ചു തരാം. അതിനാണ് ഞാൻ എൻ്റെ ബോഡി ഷോപ്പിൽ ഉപയോഗിക്കാറ്. അയ്യോ ചേച്ചി ഈസ് കമ്മിങ്. ഇപ്പൊ കഴിയും ചേച്ചി. നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് അപ്ലൈ. നേരത്തെ മറ്റേ നമ്മൾ കൺസീലറൊക്കെ ഇട്ടില്ലേ, ആ ഭാഗത്തൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇടാം. അപ്പോൾ ആ കേക്കിനസ് പോവും. A few minutes later. എൻ്റെ കയ്യിലെ ഫൗണ്ടേഷൻ തീർന്നു പോയി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മിക്സ് ചെയ്യാം. ഓക്കെ, A few moments later. എൻ്റെ നെറ്റിയിൽ ഭയങ്കര ടാൻ അടിച്ചിട്ട് ആ ഒരു കറുപ്പ് സംഭവമുണ്ട്, ആ ടാനേ അത് പോകുന്നില്ല. എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. 2000 years later. ഐ മേക്കപ്പ് ചെയ്യാം. ഞാനതിന് കുറച്ച് കൺസീലർ ഇട്ട് കൊടുക്കും. ഇപ്പോൾ എൻ്റെ കണ്ണ് നല്ല ഡാർക്കാണ്. മറക്കില്ല. ഇപ്പം കണ്ണ് നല്ല ബ്രൈറ്റ് ആയില്ലേ ഗൈസ്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഈ കളറ് ഇങ്ങനെ എടുത്തിട്ട് അതൊന്ന് സീലിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടാം. ഓക്കെ,
ഞാൻ കണ്ണിൻ്റെ മുകളിൽ ഫുള്ളുമായിട്ട് ഇങ്ങനെ ഇടുക. അതേപോലെ തന്നെ മറ്റേ കണ്ണിൽ. ഇനി നമുക്ക് ഈ ഔട്ടർ ഐസിൻ്റെ അവിടെ നിന്ന് കുറച്ച് പിങ്ക് ഇട്ട് കൊടുക്കാം. അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ കുറച്ചിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ആ പിന്നിനിങ്ങനെ നമ്മുടെ ആ ഒരു ഈ ഒരു ഐ സോക്കറ്റില്ല എൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ബ്രഷ് കൊണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നൈസായിട്ട് വന്നേനെ. ഇപ്പോൾ നമുക്കുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഡു ദ സെയിം തിങ്. ഔട്ടറിലിടുക, അകത്തോട്ട് വലിക്കുക. എന്നിട്ട് താഴെയിട്ട് എടുക്കണം. ഞാൻ ഇങ്ങനെ ഇവിടെ കുറച്ച് ഷിമ്മറി ആയിട്ടുള്ളത് ഇടുക. See? Yay. Looks good, no? മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കേ ഉള്ളൂ. ഞാൻ എന്നിട്ട് കുറച്ച് അത് തന്നെ എടുത്ത് കണ്ണിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ അവിടെ ഇടുക. ഞാൻ അതുപോലെ തന്നെ ഇവിടെ റിപ്പീറ്റ് ദ സെയിം പ്രോസസ്. കൊള്ളാമോ ഗൈസ്? ഐലൈനർ വരയ്ക്കാം. അടുത്ത ഡൺ. ഒന്നു അടുത്തത് നമുക്ക് മസ്കാര ഇടാം. മസ്കാര ഇട്ടു. ഇനി നമുക്ക് ബ്ലഷ്. ഓക്കെ, നമ്മളൊരു പിങ്ക് തീമിനാണല്ലോ പോകുന്നത്. നമുക്ക് നല്ലപോലെ ബ്ലഷ് ഇടാം കേട്ടോ. ബ്ലഷ് ഡൺ. ഇനി നമ്മളുടെ ഹൈലൈറ്ററിൽ അതങ്ങോട്ട് തുറക്കുക. എന്നിട്ട് കുറച്ചങ്ങോട്ട് എടുക്കുക. നമ്മൾ ഇതുണ്ട് ഇവിടെ ഇവിടെ ഓക്കെ ഇടുക. ഇറ്റ് ഈസ് മാൻഡേറ്ററി.
അപ്പോൾ നമ്മുടെ മൂക്കിനൊരു കിട്ടും. നമുക്ക് ഐബ്രോ വരയ്ക്കാട്ടാ. പെട്ടെന്ന് ചേച്ചിക്ക് അവിടെ ദേഷ്യം വന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു. സോ പെട്ടെന്ന് വരയ്ക്കാം. ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഐബ്രോ ഇല്ല, അതൊന്നാമത്തെ കാര്യം. ഇങ്ങനെ ഒരു ചെറിയ ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തിട്ട് ലൈക്ക് നമുക്ക് എന്ത് ഷേപ്പാണ് വേണ്ടത് എന്നുള്ളൊരു ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് അതിങ്ങനെ ഫില്ലിൻ ചെയ്യും. അത്രയാണ് ഞാൻ ചെയ്യാറ്. ഓക്കെ, സെയിം അപ്പുറത്തെ ഐബ്രോയിലും ചെയ്യാം. ഞാൻ സ്പൂളി എടുക്കാൻ മറന്നുപോയി. ഇതിങ്ങനെ ഞാനിങ്ങനെ വാക്സ് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യാറുണ്ട്. ഒരു സ്പൂളി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കോതിയിട്ടേ, പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്പൂളി ഇല്ല. അപ്പം നമുക്ക് ആ സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യട്ടോ. ഞാനതൊക്കെ കൊണ്ടുവരാൻ മറന്നുപോയി. ലിപ്പ് ലൈനർ എടുക്കുക, ഒന്ന് ലൈൻ ചെയ്യുക ലിപ്സ്. നേരത്തെ നമ്മൾ മറ്റേ ഖാദിയുടെ എന്താ പറയുക ലിപ് ബാം ഇട്ടത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ലൈക്ക് ഡ്രൈ അല്ലല്ലോ. അതിൻ്റെ മുകളിലോട്ട് ഞാൻ എർത്ത് റെഡത്തിൻ്റെ ഈ ഒരു ടിൻറ്റും കൂടെ ഇടുക. And we're done. Now hair. ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ 2 ആൻറ്റിനാസ് ഇട്ടിട്ട് ഒരു കോട്ടേജ് സ്കോർ പിടിച്ചാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ ആൻറ്റിനാസ് ഒക്കെ ഇട്ട് മുടിയൊക്കെ നാക്കിയിട്ട് നോക്കാം. വർക്കൗട്ട് ആവുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഒന്നാമത്തെ കാര്യം എനിക്ക് മുടി കെട്ടാൻ അറിയത്തില്ല മര്യാദയ്ക്ക്. സോ നമുക്ക് ട്രൈ ചെയ്യാം. ആ ഹലോ കവേർഡ്. യെസ്. What is this schoolgirl outlook? യെസ്. No. I am going for cottage core. Oh. Say hi. Say hi to people. ഇല്ല, ഇങ്ങോട്ട് വാ. ഇതൊക്കെ മാറ്റി വെച്ചേരാം. ഇതാണ്ട് ഇത് ഞാൻ ചെയ്ത ഡ്രാഗൺ ആണ് ഗൈസ്. ഞാൻ എംബ്രോയിഡറി ചെയ്ത ഡ്രാഗൺ. ഹൗ ഇസ് ഇറ്റ്? ഇസ് ഇറ്റ് ഗുഡ്? ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹൗ ഇസ് ഇറ്റ്? ഒരു കോട്ടേജ് പിങ്കി ഗേളി വൈബ് തോന്നുന്നില്ലേ? പറഞ്ഞ പോലെ ഇത് മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാവുന്നവർ മര്യാദയ്ക്ക് ചെയ്യുക. എനിക്ക് ഇത് മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ല. അപ്പം ഇതൊക്കെയാണ് ലുക്ക്. So this is my outfit. Yay. Say hi. Say bye. Bye. Wipe this. ചായ തുടങ്ങി. ഞാൻ വേണ്ട, നീ നീ മാത്രം ചെയ്യും. This is Ari vlogs. We both. അങ്ങനെ നമ്മൾ ബോത്ത് വേണം നിർബന്ധമില്ലല്ലോ. വാ, ടാറ്റ പറഞ്ഞു. ടാറ്റ.
പീസ് ഔട്ട്.